ദാസരിയുടെ തോക്കും ഒരു എൻകൗണ്ടർ ഡ്രാമയും പിന്നെ കണ്ടതുപോലെ സാക്ഷി പറയാൻ ധൈര്യമില്ലാത്ത കുറെ ചെറ്റകളും. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഏത് നാടാരെയും കൊന്ന് പെട്ടിയിലാക്കാം. ഇല്ലടാ ചിരിക്കണ്ട. തലപ്പത്ത് മലയാളിയായി ഞാനിരിക്കണ കാലത്തെ നിന്റെ ഈ തോന്നിയാസം നടക്കൂ. ഞാനങ്ങോട്ട് മാറി എന്റെ സ്ഥാനത്ത് നല്ല കൈക്കരുത്തുള്ള തമിഴന്മാർ ഓഫീസേഴ്സ് വന്ന ആ നിമിഷം തീരുന്നീ. എന്തു പറഞ്ഞാലും ഒരു ചിരി. ഇതെങ്ങനെയുണ്ട് റെവറൻ ഫാദർ സെബാസ്റ്റ്യൻ? ക്ലിഞ്ചോ അലവലാതി. കാല് ചെലക്കാണ്ടിരിക്കന്റെ കൗണ്ടറെ ഇങ്ങനെയുണ്ടോ ഒരു ആർത്തി? ഇതാ നോക്കിയേ, 3 മാസം കൂടുമ്പം തുണിയെടുക്കാനാണെന്നും പറഞ്ഞ് ഞാൻ ഈ തിരുപ്പൂര് വരുന്നതേ നിങ്ങളെപ്പോലെ ചിലരെ കാണാനും ഒന്ന് കൂടാനും, പിന്നെ ഇതുപോലെ ചില സ്വയംബൻ സാധനങ്ങളെ കുടിച്ചു പറ്റിക്കാനുമാ. എന്റെ മണിമലക്കുന്ന് മാതാവേ, ഇവളെ കിട്ടിയാൽ 5 പവന്റെ സ്വർണ്ണ കൊലുസ് കട്ടായം തരും ജോർജ് കീച്ചപ്പിള്ളി. എന്തായടോ? രക്ഷയില്ല ചായ, അവൾ അമ്പലം ബില്ലും അടുക്കുന്നില്ലെന്നേ. കോടികൾ കൊടുത്താലും കിട്ടില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. താല്പര്യം ഉണ്ടെങ്കിൽ പറ, ഞാൻ വേറെ ആരെങ്കിലും. ഇവളുടെ കാര്യത്തില് ഒരു കോംപ്രമൈസും ഇല്ല. ഇവളെ ഞങ്ങൾക്ക് കിട്ടിയ തീരൂ. ഞാനൊരു വഴി പറയാം. ഇവളെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ കിട്ടണമെങ്കിൽ ഒരാള് വിചാരിച്ചാലേ സാധിക്കൂ. ബ്ലാക്ക് സ്റ്റാലിയൻ. പക്ഷെ കാശ് കൊടുക്കേണ്ടി വരും. എത്ര വേണമെങ്കിലും കൊടുക്കാം, ഇവളെ കിട്ടിയാ മാത്രം മതി. ഓ, ഇതാണ് ഐറ്റം. കാശൊരു പ്രശ്നമല്ല, കാര്യം നടക്കണം. എന്തൊരു കാല് അല്ലേ സാർ? ഒരു പെണ്ണിന് 3 ആള്, അത് നടക്കത്തില്ല. നിങ്ങളെല്ലാം ഒറ്റയാക്കി ഇവളെ കിട്ടൂ. അതാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. വെറുതെ മുഖത്തോട് മുഖം നോക്കി നേരം കളയണ്ട. വഴി ഞാൻ പറയാം. ഓരോരുത്തരും മുടക്കാൻ പറ്റുന്ന തുക പറയുക. ഏറ്റവും കൂടുതൽ തുക പറയുന്ന ആളെ സാറ് സഹായിക്കും. ഞാൻ 2 ലക്ഷം ചെക്ക്. 3 ലക്ഷം DD. ഞാൻ 5 lakhs റെഡി ക്യാഷ്. 5 lakhs. അതെ, സമ്മതം. 6. ഞാൻ 6 മുടക്കാൻ തയ്യാറാ. 7 ലക്ഷം. നോ DD. സ്മാർട്ട് പേയ്മെന്റ്. ഞാൻ 8. 10 ലക്ഷം. കൂട്ടി പിടിക്കാതിരിക്കണ്ട റെഡ്ഡി, ഈ കേസ് ഞാനൊന്ന് എടുത്തോട്ടെ. 10 ലക്ഷം. നീന ലൂസാ? ആമാ ലൂസാ. ആമാ ഞാൻ വരാം. അച്ചായൻ എടുത്തോട്ടെ. എടുത്തോ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇത് അഡ്വാൻസ്. സംഗതി നടക്കുന്നതിന് മുമ്പ് ബാക്കി പണം തരും. ഞാൻ ഇറങ്ങട്ടെ. ചെന്നിട്ട് കുഴമ്പിട്ടൊന്ന് കുളിക്കണം. മുടക്കുന്നത് 10 ലക്ഷമാണ്. അത് ശരിക്കും അങ്ങോട്ട് മുതലാക്കണമെങ്കിൽ പണി പലതും എടുക്കേണ്ടി വരും. ശരി. ലോറ സിംഗ്, ബാലരാമൻ ചെട്ടിയാരുടെ ബാറിലെ ഐറ്റം ഡാൻസർ. ചെട്ടിയാർക്ക് കള്ള് കച്ചവടം മാത്രമേ അറിയൂന്നായിരുന്നു നീ വരുന്നത് വരെ ബിസിനസ് ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ടായിരുന്നത്. മട്ടാഞ്ചേരിക്കാരൻ ഫെർണാണ്ടസിനെ മംഗലാപുരത്ത് വന്ന് സ്ഥിരതാമസമാക്കിയ പഞ്ചാബുകാരിൽ ജനിച്ച നിന്നെ പൊക്കിയെടുത്ത് എന്റെ ഡാൻസ് മാളിൽ പ്രതിഷ്ഠിച്ചപ്പോൾ ആ ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരും അഭിപ്രായം മാറ്റി. ബാലരാമൻ ചെട്ടിയാർക്ക് കള്ള് കച്ചവടം മാത്രമല്ല കലയും അറിയാമെന്ന്.
അല്പസ്വല്പം മോഡലിങ്, പിന്നെ നൃത്തം. ഇത് രണ്ടും മാത്രം അറിയാവുന്ന നീ കടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ, എക്സിസ്റ്റൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ തോന്നിയ ഒരു സിമ്പതി കൊണ്ട് ഇപ്പൊ ഗുണമുണ്ടായില്ലേ രണ്ടാൾക്കും. എന്റെ കച്ചവടവും കൊടുത്തു, നിന്റെ ജീവിതവും കൊടുത്തു. എനിവേ, ഐ എം റിയലി ഹാപ്പി. എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു. പോയി പോയി ആ പെണ്ണ് കാറ് കയറി പോയി. ഡീറ്റെയിൽസ് കിട്ടി. അവള് ആ സ്റ്റാമ്പ് വെണ്ടറിന്റെ മോള. സലീം ബാവ് വധക്കേസിലെ ദൃക്സാക്ഷി ഫെർണാണ്ടസിന്റെ മോള. പോലീസിലും കോടതിയിലും കുറ്റസമ്മതം നടത്തിയ ജയിലിലേക്ക് രക്ഷപ്പെടാന്ന് കരുതിയല്ലടാ സലീം ബാബ. നീ കൊല്ലാൻ നോക്കിയത് ഞങ്ങളുടെ ബ്ലാക്കിനെയാ. അത് ഞങ്ങൾ പുറത്തു തരില്ല. നോ.